നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. ജ്യോതിഷവും ഹൈന്ദവ ആചാരങ്ങളും എന്ന ചാനലിലേക്ക് സ്വാഗതം. പ്രേതം അല്ലെങ്കിൽ ആത്മാവ് എന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. ഇന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാളുടെ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്നും ലഭ്യമല്ല. ഒരാളുടെ മരണത്തിന് ശേഷമുള്ള ഒരവസ്ഥയെ ആണ് നമുക്ക് പ്രേതം അല്ലെങ്കിൽ ആത്മാവെന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് സാങ്കേതികമായിട്ട് കൂടി ചിന്തിക്കുമ്പോൾ സ്ഥൂല സൂക്ഷ്മ അവസ്ഥകളുള്ള മനുഷ്യ ശരീരം മരണമെന്ന പ്രതിഭാസത്തിലൂടെ അതിൻ്റെ സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ പരസ്പര പൂരകമായിട്ട് നിൽക്കുന്ന സൂക്ഷ്മ ശരീരം സബ്സ്റ്റൽ ബോഡി അതുകൂടി ഈ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു പോകേണ്ടതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത്തരം സൂക്ഷ്മ ശരീരങ്ങൾ സബ്സ്റ്റൽ ബോഡികൾ ലയിച്ചു പോകാതെ തന്നെ അല്ലെങ്കിൽ അതിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു പോകാതെ തന്നെ ആ വ്യക്തി ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിൽ തങ്ങി നിൽക്കാറുണ്ട്. ഇതിനെയാണ് നമുക്കൊരു സാങ്കേതികമായിട്ട് പ്രേതം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇത്തരം സൂക്ഷ്മ ശരീരങ്ങളുടെ സാന്നിധ്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പഴയ ആളുകളൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടുണ്ടാവാം. മരിച്ചു പോയ ആരെങ്കിലും വന്ന് വിളിക്കുന്ന പോലെ തോന്നി, അല്ലെങ്കിൽ ചുമയ്ക്കണ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ അവരങ്ങ് മാറണ പോലെ തോന്നി, വാതിലിൽ മുട്ടുന്ന കേട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം. ഇതൊരു അവരുടെ വെറും തോന്നലല്ല, അവർക്ക് ശരിക്കും അത് അനുഭവപ്പെടുന്നു, ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ഇത്തരം അനുഭവം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ചില നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കാണ് ഇത്ര അനുഭവം ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തിരുവാതിര, തിരുവോണം, പൂയം, പൂരം, അനിഴം, ചിത്തിര ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ വീട്ടിലോ ആരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അവർക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതായിട്ട് തീർച്ചയായിട്ടും പറയും. ഒന്നൊരു നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. തിരുവാതിര, തിരുവോണം, പൂയം, പൂരം, അനിഴം, ചിത്തിര. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.